വൈഫിന് ഒരു സർപ്രൈസ് നൽകണമെന്ന് കരുതിയാണ് ഗൾഫിൽ നിന്നും ഇത്തവണ പറയാതെ വന്നത്. എന്നാൽ അത് 8ന്റെ പണിയായിപ്പോയി. അവള് വാതിലും പൂട്ടി എങ്ങോട്ടോ പോയിരിക്കുന്നു. ഇനി പുറത്തിരിക്കൽ തന്നെ രക്ഷ. അല്ലെങ്കിലും നമ്മൾ ഗൾഫുകാർ എന്നും പുറത്താണല്ലോ. അവളെ ഒന്ന് വിളിക്കാമെന്ന് കരുതിയാൽ അതും നടക്കില്ല. ഗൾഫിലെ സിം ഇവിടെ വർക്കാവില്ലല്ലോ. യാത്രാക്ഷീണവും വിശപ്പും ശരിക്ക് തളർത്തിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലെ റീൽസിലുള്ള പോലെ സർപ്രൈസ് വിസിറ്റുകൾ കണ്ട് ഹരം കയറി ചെയ്തു പോയതാണ്. ഇനി എത്ര വട്ടം കണ്ടാലും ഈ പണിക്ക് നമ്മളില്ലേ. സമയം സന്ധ്യയോടടുക്കുന്നു. എന്നാലും ഇവളിത് എവിടെ പോയിരിക്കുകയാണ് എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ മതിലിന് മുകളിൽ ഒരു തല പൊന്തി നിൽക്കുന്നു. അടുത്ത വീട്ടിലെ കാതർക്കയാണത്. അല്ല, ഇതിപ്പോ എപ്പോഴെത്തി മോനെ? കുറച്ചു നേരമായി കാതർക്ക. ഈ എൻ്റെ പെരൻ്റെ അകത്തേക്ക് കയറണില്ലേ? അതെങ്ങനാ? അവള് വീടും പൂട്ടി നാട് വിട്ടിരിക്കുകയല്ലേ? അത് പണിയായല്ലോ. നീ അവളോട് ഇന്ന് വരുന്ന വിവരം പറഞ്ഞില്ലായിരുന്നോ? ഞാൻ എവിടെയും തൊടാതെ മൂളി. വെറുതെ എന്തിനാ താൻ കൊയ്ച്ച കൊയ്യിൽ താൻ തന്നെ വീണെന്ന് പറയണത്? പക്ഷെ ആ കളവ് പണിയായി, വലിയൊരു പണി. എൻ്റെ മൂളിന് കാതർക്കയും തിരിച്ചു ഒന്ന് അമർത്തി മൂളി. കാതർക്ക തല തിരിച്ചു സ്വന്തം വീട്ടിലേക്ക് നോക്കി നീട്ടി വിളിച്ചു, പാത്തുവോ, നീ ആ ഫോൺ എങ്ങെടുത്തേ? പാത്തു മൂപ്പരെ പെണ്ണുങ്ങളാണ്. പാത്തുത്താത്ത അപ്പുറം വന്ന് കാണാം. കാരണം മൂപ്പരെ കയ്യിൽ ഇപ്പോൾ ഫോൺ കാണാം. ഈ ഒന്ന് ഓളെ നമ്പർ പറഞ്ഞേ. ഞാൻ നമ്പർ പറഞ്ഞു കൊടുത്തു. മൂപ്പര് 1-2 തവണ വിളിച്ചു നോക്കി. പിന്നെ മൂപ്പര് അതിശയത്തോടെ എന്നെ നോക്കി പറഞ്ഞു, ഫോൺ ഓഫാണല്ലടാ. ഓ, അത് ബാറ്ററി തീർന്നു പോയതാണ്. ഇരിക്കുക. ഓഫായി പോയത് തന്നെ ആയിരിക്കുമല്ലേ? അതെന്താ കാതർക്ക അങ്ങനെ ഒരു വർത്താനം? അല്ല, ഈ വരുന്നറിഞ്ഞിട്ടും. പിന്നെ സുബൈറേ, ഇപ്പോഴത്തെ കാലല്ലേ, നിങ്ങൾ വേണ്ടാത്തതൊന്നും ആ കുട്ടിനോട് പറഞ്ഞ് അത് കണ്ണെത്താ ദൂരത്തുനിന്ന് വന്നിട്ട് ഇങ്ങനത്തെ വർത്താനാണോ പറയണത്? പാത്തുമ്മ താത്തയുടെ ശബ്ദം പതിഞ്ഞ സ്വരത്തിൽ കേൾക്കാം. കാതർക്ക വീണ്ടും ഇടവയിലേക്ക് നോക്കി നീട്ടി വിളിച്ചു, ഹോയ് ഭാസ്കരാ, നിങ്ങളിത് ഇങ്ങോട്ടൊന്ന് വന്നേച്ച് പോയപ്പോ. വിളി കേട്ട് ചെമ്പോത്തിന്റെ കണ്ണുള്ള ഭാസ്കരൻ വീടിന്റെ ഗേറ്റ് തള്ളി തുറന്നു വന്നു. വന്നപാടെ കാതർക്ക സംഭവങ്ങളെല്ലാം വിളമ്പി. ഒരു തുള്ളി വിടാതെ എല്ലാം വിളമ്പി കൊടുത്തു. കാതർക്ക പറഞ്ഞു നിർത്തിയ പാടെ ഭാസ്കരേട്ടൻ മുണ്ടും മടക്കി കുത്തി കോലായിൽ കയറി ഒരു പോലീസുകാരൻ്റെ ശുഷ്കാന്തിയോടെ മൊത്തം മരിച്ചു പെറുക്കി. അയാൾ എന്താണ് തിരയുന്നത് എനിക്കൊരു പിടിയും കിട്ടിയില്ല. താക്കോലിനാണെങ്കിൽ നിങ്ങൾ അവിടെയൊന്നും തപ്പിയിട്ട് കാര്യമില്ല ഭാസ്കരേട്ടാ. 1-2 തവണ ഞാൻ നോക്കിയതാ. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഭാസ്കരേട്ടൻ കുറച്ചു സമയം കൂടെ അവിടെ മണം പിടിച്ച് നടന്നു. പിന്നെ നിരാശയോടെ പുറത്തിറങ്ങി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, അല്ല കാതറേ, ഞാനൊന്ന് തപ്പി നോക്കിയതാ. വല്ല കത്തും എഴുതി വെച്ചിട്ടാണോ അവള് പോയതെങ്കിലോ? ഈ അതും ഇതും പറയാതെ ഭാസ്കര, ആ ചെക്കനെ ബേജാറാക്കണ്ട. നിങ്ങൾ പത്രമൊന്നും വായിക്കാറില്ല കാതർക്ക? അത് ശരിയാണ്. പിന്നെ കുറ്റം പറയാണെന്ന് വിചാരിക്കരുത് മോനെ. ഓൾക്ക് ഈ അടുത്ത കാലത്തായി ഫോൺ വിളി കുറച്ച് കൂടുതലാ. ഞാൻ അമർത്തിയൊന്ന് മൂളി. ഓളിപ്പോൾ സാരി മാറ്റി ചുരിദാറൊക്കെ ആക്കിയപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ ഒരു പന്തികേടുണ്ടെന്ന്. അതുള്ളതാ, അവരെ ഇഷ്ടത്തിന് വിടരുത്. ഇതുപോലെ പണി കിട്ടും. ഭാസ്കരേട്ടൻ അറിയാതെ പെട്ടെന്നങ്ങ് പറഞ്ഞു. അത് കൊള്ളാലോ ഭാസ്കരേട്ടാ, എനിക്ക് പണി കിട്ടിയെന്നാ നിങ്ങൾ പറയണത്? ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞേ ഉള്ളൂ. അയാൾ കൈ മലർത്തിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് തോന്നിയതൊക്കെ തന്നെയാണല്ലോ നിങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല സുബൈറേ, പെണ്ണുങ്ങൾക്ക് അധിക സ്വാതന്ത്ര്യം കൊടുത്താൽ പിന്നെ അവരെ നമ്മളെ പിടിച്ചെടുത്ത് കിട്ടൂല. എൻ്റെ ക്ഷമ കെട്ട് തുടങ്ങി. ഇനി ഞാനൊന്ന് കാര്യം പറയാം. പോയത് എൻ്റെ ഭാര്യയാണ്. ഞാൻ അത് പറഞ്ഞു തീരും മുമ്പേ പുറത്ത് ഒരു ഓട്ടോറിക്ഷ വന്ന് നിർത്തി. അതിൽ നിന്നും അവൾ പുറത്തിറങ്ങി. ഓട്ടോ ഡ്രൈവർക്ക് കാശ് കൊടുത്ത് തിരികെ ഒന്ന് നോക്കി എൻ്റെ മുഖത്തായിരുന്നു. പെട്ടെന്ന് പരിസരം മറന്നവൾ മുഖം പൊത്തി. സന്തോഷം കൊണ്ട് ആ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. പിന്നെ ഓടി വന്ന് പരിസരം മറന്നവളെ പോലെ എന്നെ കെട്ടിപ്പിടിച്ചു. കുറച്ചു നേരം അവൾ എന്നിലേക്ക് ചായാൻ അനുവദിച്ചതിനു ശേഷം പതുക്കെ അവളുടെ മുഖം പിടിച്ച് ഉയർത്തി ചെവിയിൽ പറഞ്ഞു, ഡി പെണ്ണേ, ചുറ്റിലെ ആള് നിൽക്കണ കണ്ടില്ലേ നീ? അപ്പോഴാണ് അവൾ മറ്റുള്ളവരെ കണ്ടത്. അതുവരെ അവളും ഞാൻ മാത്രമായുള്ളൊരു മറ്റൊരു ലോകത്തായിരുന്നു അവൾ. എന്നാൽ എൻ്റെ ഇക്ക, ഇങ്ങക്കൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഫുഡൊന്നും ഇല്ലാതെ ഇത്രയും നേരം പുറത്തിരിക്കേണ്ടി വന്നില്ലേ? അവൾ പിടിവെട്ട് സങ്കടത്തോടെ പറഞ്ഞു. അത് സാരില്ലടി,
വയറു നിറയെ ഈ നിൽക്കുന്നവർ തന്നിട്ടുണ്ട്. എന്ത്? അവൾ അതിശയത്തോടെ ചോദിച്ചു. അതൊക്കെയുണ്ട്. അപ്പം എങ്ങനെയാ? എൻ്റെ ഒളിച്ചോടിപ്പോയ ഭാര്യ തിരികെ വന്ന നിലക്ക് ഇങ്ങക്ക് രണ്ടാക്കും ഇറങ്ങാലേ? ഒളിച്ചോടിപ്പോയ ആരാ ഇക്ക? നീ തന്നെ. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പഠിച്ച തമ്പുരാനെ, ഞാൻ നിങ്ങളെ ഉമ്മാനെ ഡോക്ടർ കാണിക്കാൻ പോയതല്ലായിരുന്നു ഇക്ക. ഉമ്മയെ തറവാട്ടിലാക്കി തിരിച്ചു പോരുമ്പോൾ ചിന്നങ്കാവിൽ ഉത്സവം. റോഡ് നിറയെ ആളുകളാ, ഫുള്ള് ബ്ലോക്കാണ്. കാതർക്കയും ഭാസ്കരേട്ടനും പതുക്കെ ഗേറ്റ് തുറന്ന് മുങ്ങാനുള്ള പുറപ്പെടലായിരുന്നു. അതെ, നിങ്ങൾ രണ്ടാളൊന്ന് നിന്നേ. പോകുന്നതിന് മുമ്പായി ഫ്രീ ആയിട്ട് കുറച്ച് ഉപദേശങ്ങൾ തരാനാണ്. നമ്പർ 1, മറ്റുള്ളവൻ്റെ ഭാര്യ ചുരിദാർ ഇടണോ സാരി ഇടണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ളവരല്ല. അതിന് അവരുടെ ഭർത്താക്കന്മാർക്ക് പോലും ഒരു പരിധിയിൽ കവിഞ്ഞ അധികാരമില്ല. നമ്പർ 2, എൻ്റെ ഭാര്യയ്ക്ക് കുറച്ചൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ടെന്ന് അന്തസ്സോടെ പറയുന്ന നിങ്ങളെപ്പോലുള്ള ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ടവർ എന്താണെന്നറിയോ? അവരുടെ സ്വാതന്ത്ര്യം തൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ട് തോന്നുമ്പോൾ എടുത്തു കൊടുക്കേണ്ട വസ്തുവല്ല എന്നതാണ്. കാരണം അവരും നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിത്വമുള്ള ആൾക്കാരാണ്. അല്ലാതെ നിങ്ങളുടെ അടിമയല്ല ഓരോ ഭാര്യമാരും. ഞാൻ പതുക്കെ അവരെ പുറത്താക്കി ഗേറ്റ് അടിച്ചുകൊണ്ട് തുടർന്നു. സ്ത്രീയും അവളോട് ചേർന്ന് എന്ത് പ്രവൃത്തിയും സെക്സിനോട് മാത്രമായി കൂട്ടി വായിച്ച് ശീലിച്ച നിങ്ങൾക്കൊക്കെ കാമം തീർക്കാനുള്ള വെറും ഒരു സെക്സ് ടോയ് മാത്രമായിരിക്കാം നിങ്ങളുടെ ഭാര്യമാർ. എന്നാൽ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് എല്ലാമാണ് എൻ്റെ ഈ ഭാര്യ. അല്ലടി വണ്ണേ? ഞാൻ അവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അടിവരക്കായി ചോദിച്ചു. അതിലെന്താ അപ്പോൾ സംശയം? ഞാനും നിങ്ങളുമല്ലേ ഇവിടെ? ഞങ്ങൾ മാത്രമാണ് അല്ലേ ഇക്ക? അവൾ എൻ്റെ കയ്യിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തൂങ്ങി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഡീ, നീ ഫിലോസഫിയൊക്കെ പഠിച്ചല്ലോ. ആരുടെ കൂടെയാണ് നടക്കണത്? അത് നോക്കണ്ടേ? ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്നല്ലേ? അതെ, 2 വർഷത്തെ കാത്തിരിപ്പാണ്. ആ വാതിലും അടിച്ചേക്ക്. ഇങ്ങോട്ട് വാ പെണ്ണേ. ഗൾഫിൽ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരുടെ ഭാര്യമാരെ കുറിച്ച് അപവാദം പറയുന്നത് ചിലർക്കൊക്കെ സന്തോഷകരമാണ്. അവർക്കതിൽ ആത്മസംതൃപ്തി കണ്ടെത്തുന്നു. ഇത്തരക്കാരുടെ ചതിക്കുയിൽ വീണു പോവാതെ സ്വന്തം ഭാര്യയെ സ്നേഹിച്ച് മനസ്സിലാക്കി കഴിയുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് അവരുടെ നാട്ടിൽ. അതിൽ ഒരാളാണ് നമ്മുടെ ഈ സുബൈർ. അപ്പോൾ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എന്തായാലും ചെയ്യുക. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിലും റിലേറ്റീവിനും കസിൻസൊക്കെ ഈ കഥ ഒന്ന് നിങ്ങൾ ഷെയർ ആക്കി കൊടുക്കട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു കഥയായിട്ട് സ്റ്റോറിയായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.